ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും ലൈക്കും സപ്പോർട്ടും ചെയ്യുക. ഇന്ന് നമുക്ക് ഏകാദശി മഹാത്മ്യത്തെ പറ്റി മനസ്സിലാക്കാം. നമ്മളിൽ പലരും മോശം ശീലങ്ങളുമായി പൊരുതുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ബന്ധങ്ങളിലായാലും ജോലിയിലായാലും കുടുംബ പ്രശ്നങ്ങളിലായാലും ജീവിതത്തിൽ കുടുങ്ങിപ്പോകുന്നു. ഇതിനെല്ലാം ശക്തമായ ഒരു ആത്മീയ പരിഹാരമാണ് ഏകാദശി. ഭക്തിയോടെ ഏകാദശി ആചരിക്കുന്നതിലൂടെ ഒരു രൂപ പോലും ചെലവഴിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും. ഇത് സമാധാനം നൽകുന്നു, മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, പാപങ്ങൾ നീക്കം ചെയ്യുന്നു, ആത്മീയവും ആരോഗ്യപരവുമായ നേട്ടങ്ങൾ പോലും നൽകുന്നു. 8 മുതൽ 80 വയസ്സുവരെയുള്ള ആർക്കും ഈ വ്രതം അനുയോജ്യമാണ്. ചെറിയ കുട്ടികൾ പോലും ഇത് ആചരിക്കുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിക്കാത്തത് ദോഷകരമല്ല. കൃഷ്ണനോടുള്ള സ്നേഹത്തോടെ ചെയ്യുമ്പോൾ ഇത് ദോഷകരമാവുകയില്ല. തമ്പുരാൻ നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും തന്ന് സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.